ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് ജർമ്മനിയിലേക്ക് പോകുവാണ്. രാവിലെ 10:30 കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. അജായിക്കയുടെ വീട്ടിൽ നിന്ന് ഈ ഒരു എയർപോർട്ടിലേക്ക് 1.5 മണിക്കൂറേ ഉള്ളൂ. ദേ ആ കാണുന്നതാണ് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. ഞങ്ങൾ ടോട്ടല് 38 ദിവസമാണ് നാട്ടിലുണ്ടായിരുന്നത്. ഞങ്ങൾ 2 വർഷം കഴിഞ്ഞാണ് ജർമ്മനിയിൽ നിന്ന് വന്നത് തന്നെ. ഞങ്ങൾക്ക് 38 ദിവസത്തെ ലീവേ കിട്ടിയിരുന്നുള്ളൂ വരാനായിട്ടും. അപ്പം നമ്മൾ വന്ന ഒരു സന്തോഷം തിരിച്ചു പോകുമ്പോൾ എന്തായാലും ഉണ്ടാകത്തില്ല. ഫുള്ള് സങ്കടമാണ്. എൻ്റെ ഉമ്മിച്ചിയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് കരച്ചിലാണ്. ഞാനും ഉമ്മിച്ചിയും കൂടി പരസ്പരം നോക്കുമ്പോൾ ഫുള്ള് കരച്ചിലാണ്. ഞങ്ങളിപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഫ്ലൈറ്റ് എടുക്കുന്നത് 10:30-ക്കാണ്. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞ് ഒരു 1 അവറിന് ശേഷമായിരിക്കും അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നേരം വരെ വിശന്നിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ച് ഇവിടെ നിന്ന് കുറച്ച് കഴിച്ചു. ഇനി നമുക്ക് ഗേറ്റ് 5-ലേക്കാണ് പോകേണ്ടത്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുവാണ്. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്ന മാനസികാവസ്ഥ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്വന്തം കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിട്ടിട്ടാണ് നമ്മൾ തിരിച്ച് വീണ്ടും യാത്ര തിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു വിഷമം ഞങ്ങൾക്ക് ഈ ഒരു യാത്രയിലുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് എമിറേറ്റ്സ് ആണ്, കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഫസ്റ്റിലെ കൊച്ചിയിൽ നിന്ന് ഒരു 10:30-ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ദുബായിൽ 1 മണിയാവുമ്പോഴാണ് എത്തുന്നത്. അവിടെ നിന്ന് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് 1:45-ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ ഒരു 7:45 ആവുമ്പോഴാണ് എത്തുന്നത്. ഈ ഒരു ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴാണ് അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പം ലഞ്ചിൻ്റെ മെനു ആണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കയറിയിരുന്നാൽ ബോറടി ആയിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഫിലിമൊക്കെ കണ്ടു. അതിനുശേഷം മോക്കുള്ള ഫുഡ് അവർ കൊണ്ടുവന്നു. ഇതാണ് അവൾക്ക് കൊണ്ടുവന്ന ഫുഡ്. ഇവിടെ നിന്ന് ഇവർ തന്നേക്കുന്നത് ഗീ റൈസും ചിക്കൻ കുറുമയുമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഇപ്പം നമ്മൾ ദുബായ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടൈം 1 മണി ആയിട്ടുണ്ട്. ഇനി അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് 1:45-നാണ്. ഈ ഒരു ദുബായ് എയർപോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു എയർപോർട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കണക്ഷൻ ഫ്ലൈറ്റ് തന്നെയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ നടക്കാനുണ്ടായി. തിരിച്ചിനിയിപ്പം അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുമ്പോഴും നല്ല രീതിയിൽ നടക്കാൻ കാണും.
ഇതിനിടക്കുള്ള ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റിനുള്ളിൽ നമ്മൾ അടുത്ത ഫ്ലൈറ്റിൽ കയറണം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഫ്ലൈറ്റിലോട്ട് കയറാം. ആ ദൂരത്ത് കാണുന്നത് ബുർജ് ഖലീഫയാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ നിന്നൊക്കെ കിഡ്സിന് വേണ്ടിയിട്ട് കുറച്ച് ഗിഫ്റ്റൊക്കെ അവർ തരും. അപ്പം അതിൻ്റെ അകത്താണ് മോളിപ്പം കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൂരത്ത് കാണുന്നത് ബുർജ് ഖലീഫയാണ്. ഞങ്ങൾ നാട്ടിലേക്ക് പോയപ്പോഴേക്കും രാത്രിയായിരുന്നു ദുബായ് എത്തിയത്. അപ്പോഴേക്കും നമുക്ക് ചെറിയ ചെറിയ ലൈറ്റുകൾ മാത്രമേ കാണാൻ പറ്റിയിരുന്നുള്ളൂ. ഇപ്പം കഴിച്ച ഫുഡും നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പുറത്തേക്ക് നോക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് എത്താറായിട്ടുണ്ട്. ഇപ്പം ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരു 9:30-10 മണിവരെയൊക്കെ ഈ ഒരു വെയിലുണ്ടാകും. അതുകൊണ്ടാണ് കേട്ടോ പുറത്ത് ഇരുട്ട് കാണാത്തത്. ഇനിയിപ്പോൾ ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇനി ജർമ്മനിയിലെ പുതിയൊരു വ്ളോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.